കൂത്താട്ടുകുളം നഗരസഭയിൽ വീണ്ടും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ്. ചെയർപേഴ്സൺ വിജയ ശിവനെതിരെയാണ് അവിശ്വാസം കൊണ്ടുവരുന്നത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള നോട്ടീസിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് നീക്കങ്ങൾ നടക്കുന്നത്? പ്രമേയ ചർച്ചയ്ക്ക് UDF തയ്യാറെടുക്കുകയാണ്. ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 5-ന് പ്രമേയം ചർച്ചയ്ക്കെടുക്കും. നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവർക്കെതിരെയാണ് UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയം നൽകിയത്. നേരത്തെ അവിശ്വാസ ചർച്ചയുമായി ബന്ധപ്പെട്ട് കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന സംഭവമൊക്കെ വലിയ വിവാദമായതാണ്, ചർച്ചാ വിഷയമായതാണ്. നേരത്തെ നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കാനിരിക്കെ നടന്ന സംഭവങ്ങൾ വലിയ വിവാദമായ പശ്ചാത്തലമുണ്ടായിരുന്നു. നിലവിൽ UDF-ന് 11, LDF-ന് 13, സ്വതന്ത്രൻ 1 എങ്ങനെയാണ് കൂത്താട്ടുകുളം നഗരസഭയിലെ കക്ഷിനില ഉള്ളത്. നേരത്തെ വിവാദത്തിൽ ഉൾപ്പെട്ട കൗൺസിലർ കലാരാജു, നിലവിൽ CPM പക്ഷത്തുള്ള കലാരാജു CPM-വുമായി തർക്കത്തിൽ ഏർപ്പെട്ട് നിൽക്കുകയും UDF പക്ഷത്താണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. LDF-ന്റെ 13 എന്നുള്ളത് 12 കുറയുകയും സ്വതന്ത്ര PG സുനിൽകുമാർ നേരത്തെ മുതൽ UDF-നൊപ്പം നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭരണം LDF-ന് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയാണ് കൂത്താട്ടുകുളം നഗരസഭയിൽ ഇപ്പോൾ അവിശ്വാസത്തിലൂടെ കാണുന്നത്. ഓഗസ്റ്റ് 5-ന് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കും. അങ്ങനെയാണെങ്കിൽ നിലവിലെ കക്ഷിനില മറിയുകയും LDF-ന്റെ ഭരണം നഷ്ടമാവുകയും ചെയ്യുന്നതിനുള്ള സാധ്യത ഉണ്ട്. നേരത്തെ വലിയ വിവാദങ്ങൾ നടന്ന നഗരസഭ ആയതുകൊണ്ട് തന്നെ ഇത്തവണയും ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുമോ എന്നുള്ളതാണ് ജനങ്ങൾക്കിടയിലും ആശങ്കയായി നിലനിൽക്കുന്നത്. വിഷ്ണു. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.